ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ മിഥുന രാശിക്കാർക്കുള്ള അഥവാ മിഥുന കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുന കൂറ് എന്ന് വെച്ചുമ്പോൾ ലഗ്നത്തിൽ അതായത് മിഥുനം കൂറിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ, 2-ൽ ബുധൻ, 3-ൽ സൂര്യൻ, 4-ൽ കേതു ശുക്രൻ, 9-ൽ ശനി, 10-ൽ രാഹു, 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി കാണുന്നത്. സൂര്യചാരവസാനം ഗ്രഹസ്ഥരുടെ ചാരവസാനം നോക്കുമ്പോൾ 9-ൽ ശനി അനുകൂല ഭാവത്തിൽ നിൽക്കുകയും 10-ൽ രാഹു വലിയ കുഴപ്പമില്ലാതിരിക്കുകയും 12-ൽ മാത്രം വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് ചെറിയ ദോഷങ്ങളുണ്ട് താനും. എന്നിരുന്നാലും ബുധൻ 2-ലും അതുപോലെ തന്നെ ഇഷ്ടസ്ഥാനമായ 2-ലും അതുപോലെ തന്നെ സൂര്യൻ ഇഷ്ടസ്ഥാനമായ 3-ലൊക്കെ നിൽക്കുന്ന കാരണം കൊണ്ട് ഇവർക്ക് ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളും ബിസിനസ് വർധനവും മറ്റുള്ളതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുണ്ട്. 12 വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് പാഴ്ചെലവുകൾ വരാതിരിക്കണം. അതുപോലെ ബിസിനസ് രംഗത്ത് പൊതുവെ ബിസിനസ് കാരകനാണ് വ്യാഴം. അതുതന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടും ഗവനം പറഞ്ഞാൽ ജ്ഞാനത്തോടു കൂടിയിട്ടും അറിവോടു കൂടിയും ബുദ്ധി പ്രവർത്തനത്തോടു കൂടിയും പെരുമാറി എല്ലാ നഷ്ടങ്ങളും വല്ല ചിന്തിച്ച് വേണം പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും പുരോഗതി വരുവാനുള്ള സാധ്യതയുണ്ട്, വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖല പൊതുവെ തന്നെ ക്ലിയറായിട്ട് തന്നെ കാണുന്നുണ്ട്. കുടുംബത്തിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും അതുപോലെ ഐക്യതയും കുടുംബ ഐക്യതയെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ധനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തൊഴിലിനനുസരിച്ചുള്ള ധനം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തൃപ്തികരമായിട്ടുള്ള മറുപടികളും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാകാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നോട്ടീസ് രേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വില്ലേജ് തൊട്ടിട്ട് പഞ്ചായത്ത് വരയ്ക്കും അതുപോലെ കളക്ടറേറ്റ് വരയ്ക്കുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുവാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ധ്യാനാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. വേറൊന്നുമല്ല, സാധാരണ ഉള്ള രോഗത്തിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾക്ക് ചിലപ്പോൾ ഫലപ്രാപ്തി ചിലപ്പോൾ കുറവുണ്ടാകും. ചുമ, കഫക്കെട്ട് അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള കഫസംബന്ധമായിട്ടുള്ളതും ജലദോഷ സംബന്ധമായിട്ടുള്ളതും അലർജി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ത്വക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഡോക്ടറെ കാണിച്ച് അതിൻ്റെ വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും ചികിത്സകളും ചെയ്യുന്നത് വളരെ ഗുണമാണ്. സന്താനങ്ങൾക്ക് ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകും. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ മൂലം വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഈ രാശിക്കാർക്ക് തന്നെ കാണുന്നുണ്ട്. ശത്രുക്കളെ ചെറുത്ത് നിൽക്കുവാനും ശത്രുക്കളെ വരുതിയിൽ വരുത്തുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഒരുവിധം പരിഗണിച്ച് വരുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദിഷ്ട കാര്യം തീർച്ചയായിട്ടും നടക്കുവാനുള്ള സാധ്യത ഉറപ്പായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ദൂരദേശ യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം ഉറപ്പിച്ചു വയ്ക്കുവാനും സന്താനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ സംതൃപ്തി വരുവാനുള്ള സാധ്യതകളും നാശനഷ്ടങ്ങൾ ഒഴിവായി വരുവാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന ഹൈടെക് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റീൽ സംബന്ധമായിട്ട് ഇരുമ്പ് സംബന്ധമായിട്ട് മെഷീനറി സംബന്ധമായിട്ട് അങ്ങനെ പല ലോക സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെഷീനറീസ് സാധനങ്ങളാണ്. അപ്പോൾ മെഷീനറി സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കംപ്ലീറ്റും മെക്കാനിക്കൽമാരും എൻജിനീയർമാരുമാണ് ചെയ്യുന്നത്. അത് കാരണം 9-ൽ വ്യാഴം നിൽക്കുന്നത് അതിൻ്റെ കാരകത്വ ഗ്രഹമായിട്ടുള്ള ഗ്രഹമാണ്. അത് കാരണം അതിലേക്ക് വലിയ ശ്രേഷ്ഠകളും ഉണ്ടാകും, ഭാഗ്യവർദ്ധനകളുണ്ടാകും, ഭാഗ്യദോഷ ധനം എന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പുരോഗതി വരുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്തും പുരോഗതി വരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രകൾ കൊണ്ട് ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. വൻകിട ഡീലുകളെല്ലാം ബിസിനസ് രംഗത്ത് വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിച്ചിട്ട് അതിൽ വിജയം കണ്ടുവരിക്കാനുള്ള സാധ്യതയുണ്ട്. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ നന്നായി വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു
സാധ്യത കുറവ് അല്ലെങ്കിൽ ഗവനക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാവാൻ സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സംബന്ധമായിട്ടുള്ള ബന്ധങ്ങൾ ഉചിതപരമായി നീങ്ങുവാൻ വാക്ക് തർക്കങ്ങൾക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ചെറുത്ത് നിൽക്കുവാനും സംയമനം പാലിക്കുവാനും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അലോസരമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഗുണമാണ്. കേസ് വഴക്കുകൾ മറ്റുള്ള കാര്യങ്ങൾ പോലീസ് സംബന്ധമായിട്ടുള്ള കേസ് കാര്യങ്ങളിൽ ശ്രദ്ധ തന്നെ അതിൽ പോലീസിൻ്റെ ഇടയിൽ പോയി എന്ത് ചാടുവാനും അതിൽ ചില കേസ് വർക്കുകൾ വന്ന് ചേരുവാനുള്ള സാധ്യത അതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം തൊഴിലിൽ വളരെ ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കണം. ഹൈടെക് സംബന്ധമായിട്ട് മേഖലയിലും IT സംബന്ധമായിട്ട് മേഖലയും മൊബൈൽ സംബന്ധമായിട്ട് മേഖലയിലും അതുപോലെ തന്നെ ഇലക്ട്രിക്സും സംബന്ധമായിട്ടുള്ള മേഖലയിലും വൻ പുരോഗമന വർധനവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹന വിപണി പൊതുവെ വിപുലപരമായിട്ട് നടക്കേണ്ട സമയമായിട്ടാണ് കാണുന്നത്. അതിൽ വൻ ലാഭങ്ങൾ ഉണ്ടാവും. അതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ ചേരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഈ മാസത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിദേശ പഠനം, വിദേശയാത്ര, പുണ്യക്ഷേത്ര യാത്ര എന്നീ മേഖലകൾ സന്ദർശിച്ച് സംതൃപ്തി വരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഈ മാസത്തിൽ ഉണ്ടാവും എന്നാൽ യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യമാണ്. പുണ്യസ്ഥലങ്ങളിൽ പോകാനായി കുറേ കാലങ്ങളായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കുവാനുള്ള സാധ്യതയും അതിൽ ആത്മസംയമനം പാലിക്കുവാനും അതിന് ശേഷമായിട്ട് ശ്രേഷ്ഠ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കുടുംബത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും ഈ മിഥുന കൂറുകാർക്ക് അല്ലെങ്കിൽ മിഥുന രാശിക്കാർക്ക് പെട്ടെന്ന് കാണുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. മിഥുനൻ രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ദിവസങ്ങളിൽ വെച്ച് സെപ്റ്റംബർ 7, 8, 9, 10, 11, 12 തൊട്ടിട്ട് 7-ാം തീയതി തൊട്ടിട്ട് 18-ാം തീയതി വരയ്ക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 15 തൊട്ടിട്ട് 17 വരയ്ക്ക് ദോഷ സമയമാണ് കാണുന്നത്. ആ സമയങ്ങളിൽ ദോഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. 7 തൊട്ടിട്ട് 14 വരയ്ക്കും 18 തൊട്ടിട്ട് 23 വരയ്ക്കുമാണ് ശുഭ സമയങ്ങൾ. 7, 8, 9, 10, 11, 12, 13, 14 ഈ 14 ദിവസം 7 ദിവസത്തിൻ്റെ സെപ്റ്റംബർ 7 തൊട്ട് 14 വരയ്ക്കും ഗുണാനുഭവങ്ങൾ, നല്ല കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ എന്നിവ ചെയ്യാനുള്ള കാര്യങ്ങളും ശ്രേഷ്ഠ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുവാനും നല്ല ഉചിതപരമായ സമയം. അത് വിട്ട് കഴിഞ്ഞാൽ 18, 19, 20, 21, 22, 23 5 ദിവസം വളരെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ്. ആ സമയത്തും ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങളും യാത്രകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. ദോഷ സമയം എന്ന് പറയുന്നത് 15 തൊട്ടിട്ട് 17 വരെയാണ്. 15, 16, 17 3 ദിവസമാണ്. അഷ്ടമി രാശിക്കൂറ് എന്ന് പറയുന്നതിന് ആ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങളും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ മാസം വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് സെപ്റ്റംബർ മാസം എന്ന് തന്നെ പറയാം.